അസ്സലാമു അലൈക്കും. തഹജ്ജുദും വിത്രും നിർവഹിക്കാൻ ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതൊന്ന് നോക്കാം. സമയം നോക്കുന്നതിന് മുമ്പ് ഈ രാത്രി നമസ്കാരം ഇത്ര സ്പെഷ്യൽ ആകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്നാമതായി, മുൻകാല പ്രവാചകന്മാരുടെയും പാതയിലൂടെ നടക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അതൊരു വലിയ കാര്യമല്ലേ? രണ്ടാമത്തെ കാര്യം, രാത്രിയുടെ ആ നിശബ്ദതയിൽ അല്ലാഹുവുമായി വല്ലാത്തൊരു അടുപ്പം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞുപോലെ പാപങ്ങൾ മായ്ക്കപ്പെടാനും ഭാവിയിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനുമുള്ള ഒരു കവചമായി ഈ നമസ്കാരം മാറും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, ഇത്രയും പുണ്യമുള്ള ഈ നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉറങ്ങിപ്പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ കിടക്കും മുൻപ് നിസ്കരിക്കാം. അല്ല, ഉറപ്പായിട്ടും എഴുന്നേൽക്കുമെങ്കിൽ ഫജ്റിന് മുൻപാവാം. എങ്കിലും രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ സമയത്ത് മലക്കുകൾ നിങ്ങളുടെ നമസ്കാരത്തിന് സാക്ഷികളായി വരും. എന്നാൽ അതിലും വലിയ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാരണമുണ്ട് രാത്രിയുടെ അവസാനത്തെ 1/3 സമയത്തിന്. അതെന്താണെന്നോ? അല്ലാഹു അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ പ്രത്യേക സമയത്താണ്. ആ ശാന്തമായ സമയത്ത് രാജാതിരാജനായ നമ്മുടെ റബ്ബ് വളരെ സ്നേഹത്തോടെ 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആരുണ്ടിപ്പോൾ എന്നോട് ദുആ ചെയ്യാൻ? ഞാൻ അവർക്കുത്തരം നൽകാം. രണ്ടാമതായി, എന്തെങ്കിലും ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാൻ ആരുണ്ട്? അത് ഞാൻ അവർക്ക് നൽകാം. മൂന്നാമത്തെ ചോദ്യം, പാപമോചനം തേടാൻ ആരുണ്ട്? ഞാൻ അവർക്ക് പൂർണ്ണമായി പുറത്തു കൊടുക്കാം. നമ്മുടെ റബ്ബിങ്ങനെ കാത്തിരിക്കുകയാണെന്നറിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. ശേഷം 3-5 റക്കാത്തുകളായി നിസ്കാരം അവസാനിപ്പിച്ച് അതിനെ വിത്രാക്കുക. അല്ലാഹുവോട് ദുആ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്നല്ലേ? അത് സുജൂദിലും അത്തഹിയാത്തിലുമാണ്. ആ സമയം പരമാവധി ഉപയോഗിക്കുക. ഇനി അറബി അറിയില്ല എന്ന് കരുതി വിഷമിക്കണ്ട കേട്ടോ. സലാം വീട്ടിയ ശേഷം സ്വന്തം ഭാഷയിൽ തന്നെ അല്ലാഹുവോട് മനസ്സ് തുറക്കാം. ഇതൊരു ശീലമാക്കി മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഖൈർ അഥവാ നന്മ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും.